ഡിയർ സ്റ്റുഡൻസ്, എന്റെ പേര് സെയ്തലവി. ഞാനിവിടെ യൂണിറ്റി കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിലെ ഫാക്കൽറ്റിയാണ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ചിട്ടുള്ള FIUGP പ്രോഗ്രാമിന് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് അഥവാ MDC കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. ഈ MDC കോഴ്സിന്റെ പേരെന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമാണ് ഈ കോഴ്സ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ഈ കോഴ്സിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് പ്രകാരമാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും പ്രവർത്തിക്കുന്നതും ജനങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതും എല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെയധികം സഹായിക്കുന്നതാണ്. ഈ കോഴ്സ് പ്രധാനമായിട്ടും 4 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന നിർമ്മിച്ച പ്രക്രിയയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അത് എന്ന് പറയുന്നത് ഏറെക്കാലത്തെ ചർച്ചകൾക്ക് സംവാദങ്ങൾക്ക് ശേഷം എല്ലാവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന നിർമ്മിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കും. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആമുഖമാണ്. അതിൽ നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. മൂന്നാമതായിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. രണ്ടാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, ഉദാഹരണത്തിന് നമ്മുടെ മതം പ്രാക്ടീസ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ഭരണഘടന നമുക്കൊരു അവകാശമായി തന്നിരിക്കുന്നു. അവകാശമായി തന്നത് കാരണം തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ട് അത് ലംഘിക്കപ്പെടുകയാണ് സുപ്രീം കോടതിയിൽ പോകാവുന്നതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുമ്പോൾ അത് ഗവൺമെന്റ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യത്തിൽ ഭരണഘടന ചില നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ വെക്കുകയാണ്. അതുമൂലം ഒരു ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് പ്രവർത്തിക്കണം എന്ന് ഭരണഘടന പറയുന്നു. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതുപോലെ തന്നെ മൗലിക കടമകൾ എന്നറിയപ്പെടും. അത് നമ്മൾ ചില ഗവൺമെന്റിനോട്, നമ്മുടെ രാഷ്ട്രത്തോട് ചെയ്യേണ്ട ചില കടമകൾ അതിൽ വ്യക്തമായി. മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി തുടങ്ങിയിട്ടുള്ള ഓർഗൻസിലെ അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കുള്ള അധികാരങ്ങൾ, അതുപോലെ തന്നെ അവർ എങ്ങനെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമ്മുടെ ഭരണ സംവിധാനത്തെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നാലാമത്തെ മൊഡ്യൂളിൽ ഭരണഘടനയിൽ എങ്ങനെ മാറ്റം വരുത്താം, അതായത് ഭരണഘടന അമെന്റ്മെന്റ് ചെയ്യുന്ന പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സെൻട്രൽ ഗവൺമെന്റിന് എമർജൻസി ഡിക്ലെയർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നു. അപ്പൊ ഇത്രയുമാണ് ഈ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോഴ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതിനെ കുറിച്ച് അറിയുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യും.